എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് MBBS BDS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അത് PDF രൂപത്തിൽ ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ സീറ്റ് ടൈപ്പ് ഏതാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ റിസർവ് സീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ SMMU എന്ന് പറഞ്ഞാൽ മുസ്ലിം റിസർവേഷൻ ആണ്. അതുപോലെ തന്നെ SMEZ എന്നുണ്ടാവും, അത് വിഭാഗമായിരിക്കും. അതുപോലെ SMVK എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതുപോലെ EW എന്ന് പറഞ്ഞാൽ EWS ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴിയും പരിശോധിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ഇവിടെ കാണുന്ന കുറച്ച് അക്ഷരം കാണാം, അതാണ് ആക്സസ് കോഡ്. അതുകൂടി നൽകി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ ഡാറ്റ ഷീറ്റും കാണാൻ സാധിക്കും. ആ ഒരു രണ്ട് കാര്യങ്ങളും, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട്, അതായത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയോ അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റോ പിന്നീട് ലഭ്യമാവുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ, അതായത് നിങ്ങളുടെ ഹോം പേജിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും കിട്ടുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അതുപോലെ തന്നെ കാറ്റഗറി, ഫീസ് എന്നിവ, അതായത് ഏത് കാറ്റഗറിയിലാണോ, സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലെ മറ്റേതെങ്കിലും റിസർവേഷൻ സീറ്റിലാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഫീസ് എത്ര രൂപയാണ് എന്നിങ്ങനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രകാരം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസ്, അതായത് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഫീസ് ഈ ഒരു സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 5 വൈകുന്നേരം 3 മണി വരെയുള്ള തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പൈസ അടച്ച ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് അല്ലെങ്കിൽ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 5 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസിലെ ക്ലോസ് 11.1 അതിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് പ്രകാരം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ആ ഒരു ഗവൺമെൻറ് ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശ്രീചിത്ര ഹോം, അതുപോലെ ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് സ്വാശ്രയ, അതുപോലെ അതായത് സ്വകാര്യ മെഡിക്കൽ ദന്തൽ കോളേജിലെ മൈനോറിറ്റി NRI സീറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ച പ്രകാരമുള്ള ഫീസ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതും ഫീസ് ഇളവിന് അർഹത ഇല്ലാതിരിക്കുന്നതും ആണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കണം. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ഒക്ടോബർ 5 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിരിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ സ്വാശ്രയ കോളേജ്, സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജിലെ MBBS BDS കോഴ്സിലേക്ക് NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ വിസയുടെ കാലാവധി സമർപ്പിച്ച്
സ്പോൺസറിൽ നിന്നുള്ള സാക്ഷ്യപത്രം സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ തീരുമാനിക്കുന്ന MBBS BDS 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ തീയതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കാലാവധിയുള്ള വിസ അക്നോളജ്മെൻറ്റ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം വിസ കാലാവധി സംബന്ധിച്ചുള്ള ന്യൂനത പരിഹരിക്കാത്ത വിദ്യാർത്ഥികളുടെ NRI കാറ്റഗറിയും NRI കോട്ടയിൽ ലഭിച്ച അഡ്മിഷനും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇത്തരം വിദ്യാർത്ഥികളുടെ ഈ ഒരു ഘട്ടത്തിൽ NRI കോട്ടയിലെ അലോട്ട്മെൻറ്റ് താൽക്കാലികമായിരിക്കും. ഇടക്കാല കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കീർത്താഡ്സ് പരിശോധന പൂർത്തിയാകാത്തതിനാലും വിവിധ കാറ്റഗറികളിൽ താൽക്കാലികമായിട്ട് ഇടം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ക്ലെയിമുകൾ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകൾ അന്തിമ കോടതി വിധി അല്ലെങ്കിൽ കീർത്താഡ്സ് പരിശോധനയുടെ അന്തിമ ഫലത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇത്തരം വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് താൽക്കാലികമായിരിക്കും. അതുപോലെ MBBS BDS കോഴ്സിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിശ്ചിത സമയത്തിനകം അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ എടുത്ത ശേഷം TC വാങ്ങുന്നവരുടെയും രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സ്രാസ്ര കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അതായത് ഏകദേശം 8 ലക്ഷത്തി സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. NRI കോട്ടയാണെങ്കിൽ ഏകദേശം 21 ലക്ഷത്തോളം രൂപ അതായത് 22 ലക്ഷത്തോളം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം 27,000 സംതിങ് രൂപയോളമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒക്ടോബർ 5-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഡാറ്റ ഷീറ്റിൻ്റെയും ഒരു എക്സ്ട്രാ ഓരോ കോപ്പി വീതം നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.